ഗൈസ്, നമുക്കിതിൻ്റെ ഡേ ഇൻ മൈ ഓഫീസ് കണ്ടാലോ? കമോൺ. രാവിലെ 7:15 ബസ് പിടിക്കാനായിട്ട് ഞാൻ ബാഗൊക്കെ റെഡിയാക്കി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എൻ്റെ ഇവിടുന്ന് നേരെ 40 മിനിറ്റേ ഉള്ളൂ കാറിൽ ഡ്രൈവ് ചെയ്ത് ഓഫീസിലെത്താൻ. പക്ഷേ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1.5 മണിക്കൂർ ബസ്സിലിരുന്ന് തന്നെ യാത്ര ചെയ്യണം. അങ്ങനെ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബസ് വന്നു ഗൈസ്. അങ്ങനെ ബസ് വന്നു. ഞാനൊരു റിട്ടേൺ ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, 1.5 മണിക്കൂറില്ലേ. പിന്നെ ഞാൻ കയറിയപ്പോൾ ബസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഉറക്കം വരും. പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഇപ്പം കണ്ടത് ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കള്ള ഉറക്കം ഉറങ്ങിയതാവും. അങ്ങനെ ബസ് ഇറങ്ങി നേരെ ഞാൻ ഓഫീസിലേക്ക് നടന്നു. ഓഫീസിലേക്ക് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ വ്യൂ. NHS ബിസിനസ് സർവീസസ് അതോറിറ്റി. ഓഫീസ് എത്തിയതുകൊണ്ട് നമുക്ക് ID കാർഡ് എടുത്തിടാം. ഈ ID കാർഡ് ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ടാപ്പ് ചെയ്ത് ഞാൻ ഉള്ളിൽ കയറി. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഓഫീസിലെ ക്യാൻറ്റീൻ അഥവാ കഫേ. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് എൻ്റെ ഡെസ്കിലേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഫ്ലോറ്. ഞാൻ നേരെ ലാപ്ടോപ്പൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പണി അങ്ങ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓഫീസ് ഇവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഓഫീസിൽ പോകാമെന്ന് വിചാരിച്ചത് തന്നെ. ഇത് ലാസ്റ്റ് ഡേ ആണ്. പിന്നെ കൂടുതലും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറേ നാൾ കൂടി കണ്ടതിന് ശേഷമുള്ളതിൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊളീഗ്സ്, റാഡിയും ഓലുവും. ഭയങ്കര സൂപ്പറായിട്ടവർ. അപ്പം ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ വ്യൂ. അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ ഇതേ കുറച്ച് നേരം വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ അഭിനയിച്ചു. ഓഫീസിൽ പോയാൽ പിന്നെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. വർത്താനം പറച്ചിലായി, ഭക്ഷണം കഴിയാൻ. പിന്നെ ഇനി തൊട്ടുപുറകെ കാണുന്നതാണ് എൻ്റെ മാനേജർ. നല്ല അടിപൊളി ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കുറേ എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ പുള്ളി എന്തൊക്കെയോ തമാശ പറയുന്നുണ്ടെന്ന് അത് പിന്നെ ഞാൻ ചിരിച്ചു. അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഓൾ സർവീസ് മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പിൻ്റെ ഒരു സെഷൻസ് ഒക്കെ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് നേരെ ഞാനൊരു കാപ്പി കുടിക്കാൻ പോയി. അങ്ങനെ കാപ്പി എടുത്ത് ഞാൻ നേരെ തിരിച്ച് എൻ്റെ ഡെസ്കിലേക്ക് വന്നു. ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ കഫേയിൽ നല്ല ഫിഷും ചിപ്സും പീസും വാങ്ങി. നല്ല മുഴുത്തൊരു മീനായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു. ലഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൊളീഗ് സൂസൻ ഉണ്ടാക്കി ക്യാരറ്റ് കേക്കും കഴിച്ചു. അതൊന്നും കൊള്ളായിരുന്നു കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസിൽ എന്തൊക്കെയോ കുറച്ച് പൊട്ട ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ അതുവഴി കറങ്ങി നടന്നേച്ച് നേരെ ഡെസ്കിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എനിക്ക് പോകാനുള്ള സമയമായി. ഇതാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഫ്രണ്ട് വ്യൂ. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. അങ്ങോട്ട് പോയി അതേ ബസ് തന്നെ നമ്മൾ തിരിച്ചു പിടിച്ചു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇനി വീട്ടിൽ പോവാം. ഈ ബസ്സിൽ ആരുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു.